ചിക്കൻ ഗ്രില്ല് ചെയ്ത് ഇതുപോലെ പണി കിട്ടിയവരാരെങ്കിലും ഉണ്ടോ? എങ്കിലൊന്ന് കമന്റ് ചെയ്തേക്കണേ. ഇന്ന് വീണ്ടും ഞങ്ങൾ വീട്ടിൽ നിൽക്കാനായിട്ട് വന്നേക്കുവാണ്. അതുകൊണ്ട് രാവിലെ തന്നെ അച്ഛനെ വിട്ട് ചിക്കനൊക്കെ മേടിപ്പിച്ചു. ഇന്നത്തെ മെനു കാന്താരി ഗ്രിൽഡ് ചിക്കൻ ആയിരുന്നേ. അതുകൊണ്ട് അൽഫാം പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് മേടിച്ചിട്ടുള്ളത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരു കല്യാണത്തിന് പോകണം. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് അവിടുന്ന്. ഇനി അപ്പോൾ ഇത് വൈകിട്ട് ഗ്രില്ല് ചെയ്യാനാണേ. ഇപ്പം നമ്മുടെ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വരഞ്ഞെടുത്തിട്ട് നമുക്ക് ആദ്യത്തെ മസാല തേച്ച് കൊടുക്കാം. ആദ്യം തന്നെ ചിക്കനിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതാണ് നമ്മൾ ആദ്യത്തെ മസാലയായിട്ട് തേച്ച് കൊടുക്കുന്നത്. ഇനി ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം അടുത്ത മസാല തേച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിനി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നമ്മൾ കല്യാണത്തിന് പോകാനായിട്ട് റെഡിയാവാൻ. അപ്പോൾ അതിന് മുമ്പത്തെ കുറച്ച് വീട്ടിലെ പരിപാടികളാണ് കേട്ടോ. അച്ഛൻ രാവിലെ പോയി കുറച്ച് ചീരയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് വിൽക്കാനാണ്. ഇത് ബ്ലാത്തങ്കര ചീരയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ തന്നെയാണ്, നല്ല കളർ തന്നെയാണ് നേരിട്ട് കാണാനായിട്ട്. ഇപ്പം വീഡിയോയിൽ എനിക്ക് ഇതൊന്നും കറക്റ്റ് കിട്ടിയിട്ടില്ലെന്ന്. പിങ്കി സ്കൂബിയൊക്കെ രാവിലെ നല്ല ക്ഷീണത്തെയാണ്. അമ്പുടുവാണെങ്കിൽ ഒരു കൊട്ട എടുത്തുകൊണ്ട് ഇറങ്ങിയേക്കുവാണ് പച്ചക്കറി വാരാനായിട്ട്. കുറച്ച് തക്കാളിയൊക്കെ കിടന്നതെല്ലാം അവൻ വാരി കൊട്ടയിലാക്കി കളിക്കുമായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങൾ കല്യാണത്തിന് പോയി തിരിച്ചു വന്നു കേട്ടോ. സദ്യ ഉണ്ട ക്ഷീണത്തിലാണെങ്കിലും നമ്മുടെ മസാല തയ്യാറാക്കണമല്ലോ. അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കുവാണേ. കാന്താരി അൽഫാം ആയതുകൊണ്ട് കാന്താരിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും മല്ലിയിലയും കുരുമുളകും ചെറിയ ജീരകവും തക്കാളിയും പിന്നെ വീട്ടിൽ പിടിച്ച ഒരു ഒറിഗാനോയുടെ ലീഫും അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് അരയ്ക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ആദ്യത്തെ മസാലയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് മാത്രം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ആ മസാല എല്ലാം ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് പിന്നെയും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതാണ് നമ്മുടെ ഗ്രില്ല് കേട്ടോ. ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഏകദേശം 1200 രൂപയായി. എന്തോ എങ്ങനെയാവുമെന്നൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ കഷ്ടപ്പെട്ട് ചിരട്ടക്കാരിലൊക്കെ അച്ഛനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് ഗ്രില്ലിനകത്തിട്ട് ചിക്കനും വെച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കുന്നത്. അതിലടിച്ചിരുന്ന പെയിൻ്റ് എല്ലാം ഉരുകി അതിൻ്റെ സ്മെല്ല് ചിക്കനിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനത്തെ പണി ഇതായിരുന്നു കേട്ടോ. നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ബാക്കി ചിക്കൻ അങ്ങ് വറുത്തെടുത്തു. എന്തായാലും സംഭവം സൂപ്പറായിരുന്നു.